അമ്പലത്തറ സ്നേഹവീട്ടിൽ ഭിന്നശേഷി കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. 150-ലധികം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബും കണ്ണൂർ കിംസ് റീജന്റ് ആശുപത്രിയും കുശവൻകുന്ന് സൺറൈസ് ആശുപത്രിയും സംയുക്തമായാണ് റിപ്പബ്ലിക് ദിനത്തിൽ അമ്പലത്തറ സ്നേഹവീട്ടിൽ ഭിന്നശേഷി കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. 150-ലധികം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ ന്യൂറോ, പീഡിയാട്രിക്, ഓർത്തോ, ഫാമിലി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരുടെ വിദഗ്ധ സേവനമുണ്ടായിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് റിട്ടയർഡ് ഡോക്ടർ ജോൺ ജോസഫ് IRS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർക്ക്, ഏറ്റവും അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായ കാര്യമാണ്. കാരണം അവശന്മാരും ആർത്തന്മാരും ആനബലഹീനരുമായ വ്യക്തികൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ അറിയുന്നവർ മാത്രമാണ്. ഇതിൽ പറയുന്ന ചെല്ലുണ്ട്, ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവർക്ക് പരക്ലേശ വിവേകമുണ്ട്. ആ പരക്ലേശ വിവേകം പ്രകടിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാം. അതിന്റെ ആ പരക്ലേശ വിവേകത്തിന്റെ ഫലം ഇവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നവരാണ് ശരിക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ മീങ്ങോത്ത് അധ്യക്ഷനായി. സ്നേഹവീട് ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. മുനീസ അമ്പലത്തറ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AV കുഞ്ഞമ്പു, ഡോക്ടർ CK സബിത, T രാമകൃഷ്ണൻ നായർ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി KV സതീശൻ, പ്രോഗ്രാം ഡയറക്ടർ A തമ്പാൻ നായർ, ലയൺസ് ക്ലബ്ബ് മറ്റ് ഭാരവാഹികളായ K ശശിധരൻ നമ്പ്യാർ, ജനാർദ്ദനൻ മേലത്ത്, P സത്യൻ, PK രാജു, K വേണുവാര്യർ, പ്രസാദ് നായർ, വിദിഷ പ്രഭാകരൻ, ഡോക്ടർമാരായ അശ്വതി, മനു, നാസഫ്, വിഷ്ണു, ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ബിഡ്സി ഷിബു, അഖിത പ്രദീപ്, H സജ്ന, VV ഷൈമിനി, റിസ ഫാത്തിമ, ഫൈസ അടൂർ, M ചന്ദ്രൻ, T വിജിൻ, മഞ്ജിമ തൃക്കരിപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘാടക സമിതി കൺവീനർ PV ജയരാജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഉണ്ണിമായ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.